പ്രൈസ് ദി ലോർഡ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് അനേകര് സ്വന്തം അനുഭവ സാക്ഷ്യം പറയാനായി മടിക്കുന്ന ഒരു കാലഘട്ടമാണ്. എൻ്റെ അനുഭവ സാക്ഷ്യം ഞാൻ പറയുവാൻ കാരണം, ഇങ്ങനെ ഒരു ആള് ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് മറ്റുള്ളവരറിയണം. എന്നെപ്പോലെ ഞാൻ ഒരു നാളില് കഷ്ടപ്പെട്ടതുപോലെ, വേദനപ്പെട്ടതുപോലെ ഇന്ന് ഈ ലോകത്തിൽ അനേകര് കാണാം. അവർക്കെല്ലാം ഒരു ആശ്വാസത്തിന് വേണ്ടി, അവർക്കൊരു ആത്മവിശ്വാസം, ഒരു ആത്മധൈര്യം ഉണ്ടാകുവാനായി ഞാൻ എൻ്റെ സാക്ഷ്യം ഇപ്പോൾ സമർപ്പിക്കുകയാണ്. ഞാനൊരു ഹിന്ദു പൂജാരി കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്. സത്യദൈവം ആരെന്നറിയത്തില്ല. കഷ്ടതകളും മാറാവ്യാധികളും മാത്രമേ ഉള്ളായിരുന്നു. എൻ്റെ മാതാവ് ജീവിതം വെറുത്തിട്ട് പല തവണ ആത്മഹത്യക്ക് ശ്രമിച്ചൊരു വ്യക്തിയാണ്. അർദ്ധരാത്രിയില് ഞങ്ങള് 3 മക്കളെയും കയ്യിൽ പിടിച്ചുകൊണ്ട്, അതായത് വലിയൊരു കിണറിന്റെ അരികത്ത് ചെന്നിട്ട് അതിലേക്ക് ഞങ്ങളുടെ 3 പേരെ അതിനകത്ത് ഇട്ടേച്ച് എൻ്റെ മാതാവ് മരിച്ചു കളയുവാനായി അർദ്ധരാത്രിയിൽ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ അവിടെ ഒരു വയസ്സായ ഒരു മനുഷ്യൻ അവിടെ നിൽക്കും. എൻ്റെ മാതാവിനോട് പറയും, എന്തിനാണ് മോളെ നീ ഇവിടെ വന്നത്? നിന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് നീ മടങ്ങി നിന്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറയും. അപ്പോഴൊക്കെ ഞങ്ങള് തീർത്തും ചെറിയ കുഞ്ഞുങ്ങളാണ്. എനിക്കൊരു 2.5 വയസ്സ്, എൻ്റെ സഹോദരിക്ക് 1 വയസ്സ്, അതുപോലെ എൻ്റെ സഹോദരന് ഒരു 4 വയസ്സ്. അല്ലെ, തീർത്തും ചെറിയ പിള്ളേരാണ്. കഷ്ടത കൊണ്ട് മടുത്തിട്ട് അങ്ങനെ സത്യദൈവം ആരെന്ന് തേടി അലഞ്ഞ് ഒരിക്കൽ ഒരു വ്യക്തിയോട് ചോദിച്ച് സത്യദൈവം ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സത്യദൈവം ഒന്നുണ്ട്, ആ സത്യദൈവത്തെ ഞാൻ കാണിച്ചു തരാം, നീ ഒരു പള്ളിയിലേക്ക് പോയിക്കൊള്ളുക, അവിടെ കാണുവാൻ കഴിയും സത്യദൈവത്തെ എന്ന് പറയാനായി ഇടയായി. അങ്ങനെ ആദ്യമായിട്ട് ഒരു കത്തോലിക്ക പള്ളിയിലേക്ക് ചെന്ന് ഒരു കന്യാസ്ത്രീയോട് എൻ്റെ മാതാവ് ചോദിച്ചു, ഞാൻ ഈ പള്ളിയിൽ വന്നുകൊള്ളട്ടെ എന്ന് ചോദിച്ചതിന് കന്യാസ്ത്രീ പറഞ്ഞു, ഞാൻ കപ്പ്യാരോട് ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. എൻ്റെ മാതാവ് ചില മാസങ്ങൾ കാത്തിരുന്നു. കന്യാസ്ത്രീയും വന്നില്ല, കപ്പ്യാരും വന്നില്ല. പിന്നെ ചോദിച്ചറിഞ്ഞ് എങ്ങനെയോ ഒരു ബെന്തക്കോസ് പള്ളിയിൽ പോകുവാനായി എൻ്റെ മാതാവ് ആരംഭിച്ചു. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ 3 മക്കളാണ്. ഞാൻ വന്ന് 2ാമത്തെ ആളാണ്. എൻ്റെ ജന്മത്തിൽ തന്നെ എൻ്റെ നടപ്പ് ശേഷിയും നഷ്ടപ്പെട്ടു പോയി, എൻ്റെ ചെവിയുടെ കേൾവിയും നഷ്ടപ്പെട്ടു പോയിരുന്നു. എനിക്ക് വേണ്ടി എൻ്റെ മാതാവ് ഒരുപാട് നേർച്ച കാഴ്ചകൾ ചെയ്തിരുന്നു. എന്നാല് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും കണ്ടില്ല. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിന്റെ ഫലമായി ചില വർഷങ്ങൾക്ക് ശേഷം എനിക്ക് നടപ്പ് ശേഷി തിരികെ ലഭിച്ചു. കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പായി എൻ്റെ മാതാവ് ഓരോ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് തല മുട്ടി കരയുമായിരുന്നു. ഇത്രോ ദൈവങ്ങളുണ്ട്, ഒരു ദൈവങ്ങളെങ്കിലും എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ലേ എന്ന് പറഞ്ഞ് തലമുട്ടി കരയുമായിരുന്നു. തലമുട്ടി കരഞ്ഞെന്ന് പറഞ്ഞാൽ അതുപോലെ പ്രശ്നങ്ങൾ, താങ്ങുവാൻ കഴിയാത്തതുപോലെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വിളിച്ചു ഞാൻ പല ദൈവങ്ങളെ, അവരോ വിളി കേട്ടില്ല. കണ്ണുണ്ട് കണ്ടില്ല, കാതുണ്ട് കേട്ടില്ല, മൗനതരായിരുന്നു അവരന്നു, മൗനതരായിരുന്നു അവരന്നു, മൗനതരായിരുന്നു. പല ദൈവങ്ങളുടെ മുമ്പിലേക്ക് ചെന്നിട്ട് തല മുട്ടി കരഞ്ഞിട്ടും ഒരു മറുപടിയും കിട്ടിയില്ല. അത് കണ്ണുണ്ടെങ്കിലും കണ്ടില്ല, ചെവി ഉണ്ടെങ്കിലും കേട്ടില്ല. ആ വിഗ്രഹമായിട്ട് തന്നെ ഇരുന്നു. എൻ്റെ മാതാവിന് സത്യദൈവത്തെ, കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ മുഖാന്തരമായി ചില വർഷങ്ങൾക്ക് ശേഷം എനിക്ക് നടപ്പ് ശേഷി തിരികെ കിട്ടി. കുടുംബത്തില് അല്പമായി സമാധാനങ്ങളും സന്തോഷങ്ങളും വന്നു ചേരുവാനായി തുടങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും സ്കൂൾ പഠനം ആരംഭിച്ചു.
ഞാൻ 6ാം ക്ലാസ് വരെ ചെവി കേൾവിയില്ലാത്ത തന്നെയാണ് വിദ്യാഭ്യാസം ചെയ്തത്. അങ്ങനെ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എനിക്കൊരു തലവേദന ഉണ്ടാകുകയും ഈ ചെവിയുടെ വലതുഭാഗത്ത് ഒരു 15 അധികം മുഴകൾ എൻ്റെ ചെവിയുടെ വലതുഭാഗത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് രോഗങ്ങൾ എന്നെ പിന്തുടരുന്നു. അങ്ങനെ രോഗിയായി, അങ്ങനെ വിദ്യാഭ്യാസം എല്ലാം 6ാം ക്ലാസ്സും കൊണ്ട് നിന്ന് ചില മാസങ്ങളോളം കട്ടിലെ തന്നെ കിടക്കുവാനായി ഇടയായി. ഒരുപാട് ആശുപത്രി വഴിയിൽ എന്നെ കൊണ്ടുപോയി ചികിത്സ ചെയ്തുകൊണ്ട് യാതൊരു ഫലവും കണ്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞ് മരിച്ചു പോകും, ഈ കുഞ്ഞിനെ കൊണ്ട് വീട്ടിലേക്ക് പോയിക്കൊള്ളുക. ഈ ലോകത്ത് സത്യദൈവം ഒന്നും ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരു വൈദ്യന്മാരെ കൊണ്ടും ഈ കുഞ്ഞിനെ രക്ഷിക്കുവാൻ കഴിയത്തില്ല, ഈ കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറഞ്ഞ് മരണച്ചീട്ട് എഴുതി എന്നെ എൻ്റെ ഭവനത്തിലേക്ക് മടക്കി അയക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മരണം കാത്ത് ചില മാസങ്ങളോളം എൻ്റെ വീട്ടിൽ കട്ടിലിൽ കിടക്കുന്നതായ സമയമായിരുന്നു. അപ്പോൾ എൻ്റെ അയലോക്കത്തുള്ള താമസിക്കുന്ന എല്ലാവരും വന്ന് എന്നെ കണ്ട് മടങ്ങി പോവുമായിരുന്നു. അയ്യോ, കുഞ്ഞ് മരിച്ചു പോകുമല്ലോ എന്ന് പറഞ്ഞ് കണ്ട് മടങ്ങി പോവുമായിരുന്നു. ആ സമയത്ത് മരണം മാത്രം ഓർത്ത് രാത്രിയും പകലൊന്നും എനിക്ക് ഉറക്കമില്ലായിരുന്നു. മരണം മാത്രം ചിന്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കട്ടിലായി കിടക്കുന്നതായ സമയത്ത് എൻ്റെ കണ്ണുകളാൽ ഞാൻ ഒരു സംഭവം കണ്ടു. അതെങ്ങനെയാന്ന് വെച്ചാ, ആകാശം 2ആയി പിളർന്നു മാറി അതിൽ കൂടി നട്ടുച്ച സമയത്ത് അധിക പ്രകാശത്തോടെ ഉദിക്കുന്ന ഒരു സൂര്യനെ പോലെ വലിയൊരു പ്രകാശം എന്റെ നേർക്ക് ഇറങ്ങി വന്നു. അതിൽ കൂടി ഒരു കരവും എന്റെ മേൽ ഇറങ്ങി വന്നു. ആ ഇറങ്ങി വന്നതായ കരം എന്റെ തല മുതൽ പാദം വരെ എന്നെ 3 തവണ തഴുവി എന്റെ തലയ്ക്ക് നേർക്ക് ആ കരം ഉയർന്നു നിന്നു. ചില നിമിഷങ്ങൾ കടന്നു. അന്നൊക്കെ എന്റെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. അങ്ങനെ ഒരു പ്രകാശം മുമ്പ് ഞാൻ എന്റെ വീട്ടിൽ കണ്ടിട്ടില്ല. അപ്പോ ആ പ്രകാശം കണ്ടപ്പോഴത്തേക്ക് ഞാൻ അമ്മയെ എന്ന് ഉറക്കെ വിളിച്ചപ്പം അമ്മ വിചാരിച്ച് മകളുടെ മരണസമയം അടുത്തു, അതായിരിക്കും ഉറക്കൊക്കെ അമ്മയെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതെന്ന് ഓർത്ത് അമ്മ അടുത്തേക്ക് ഓടി വന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇതുപോലൊരു സംഭവം കണ്ടമ്മേ എന്ന് പറഞ്ഞു. ആകാശത്തിൽ നിന്ന് വലിയൊരു കരം ഇറങ്ങി വന്നു, വലിയൊരു പ്രകാശം ഇറങ്ങി വന്നു. എന്നെ തൊട്ടമ്മേ, എന്നെ തല മുതൽ പാദം വരെ 3 തവണ തഴുവി എന്നൊക്കെ എൻ്റെ അമ്മയോട് പറഞ്ഞു. അമ്മ പറഞ്ഞു, ദൈവമേ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞു. ഭയങ്കരമായി എൻ്റെ മാതാവ് സന്തോഷിച്ചു. കാരണം എൻ്റെ മാതാവിന് മനസ്സിലായി അത് ദൈവത്തിന്റെ കരം തന്നെയാണ് ഇറങ്ങി വന്ന് എന്നെ തൊട്ടത് എന്നുള്ളത് എൻ്റെ മാതാവിന് മനസ്സിലായി. ആ നിമിഷം തന്നെ എനിക്കൊരു സംഭവം ഉണ്ടായി. എങ്ങനെയെന്ന് വെച്ചാ, അത്ര വർഷക്കാലം കേൾക്കാതിരുന്ന എന്റെ ചെവി തുറക്കപ്പെട്ടു. അതുപോലെ തന്നെ എന്റെ ചെവിയുടെ വലത്തുഭാഗത്തിരുന്ന 15ലധികം മുഴകൾ എല്ലാം അപ്രത്യക്ഷമായി മാഞ്ഞു പോവാൻ ഇടയായി തീർന്നു. എനിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എന്റെ മാതാപിതാക്കൾ എന്നെ അവിടേക്ക് കൊണ്ടുപോയി. 10ലധികം ഡോക്ടർമാർ എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിന് യാതൊരു പ്രശ്നവുമില്ല, ഈ കുഞ്ഞ് നല്ല നോർമൽ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ്, അതായത് തലനരമ്പിൽ ഓടുന്ന ബ്ലഡ് എല്ലാം നിൽക്കാൻ തുടങ്ങി, ആകാൻ തുടങ്ങി എന്ന് പറഞ്ഞ് റിപ്പോർട്ട് എഴുതി മരണച്ചീട്ട് എഴുതി ഭവനത്തിലേക്ക് മടക്കി അയച്ച് ആ സന്ദർഭത്തിൽ നിന്ന് ദൈവമായ കർത്താവ് ഒരു രോഗവുമില്ല, ഈ കുഞ്ഞ് നോർമൽ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് എന്ന് പറയത്തക്ക നിലയിൽ ദൈവം ഒരു വലിയൊരു അത്ഭുതം ആ നിമിഷത്തിൽ ദൈവം ചെയ്യുവാനായി ഇടയായി. മനസ്സിലായി, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ സർവ്വലോകത്തിന്റെ സൃഷ്ടിതാവായ യേശു ക്രിസ്തുവിൽ കഴിയാത്ത കാര്യം ഒന്നുമില്ലെന്ന് അന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ ഇടയായി. ആരിലും ആരാധൻ നീ, രാജാതിരാജാവും നീ, ആരിലും ആരാധൻ നീ, രാജാതിരാജാവും നീ, പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ,
പാടി പുകഴ്ത്തിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. കർത്താവായ യേശു ക്രിസ്തുവിനെ സേവിച്ചതിന്റെ മുഖാന്തരമായി ജീവിതത്തിലെ ആദ്യത്തെ പടി സന്തോഷത്തിന്റെ പടിയായിരുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ. അങ്ങനെ ചില കാലഘട്ടങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങളുടെ ഭവനത്തില് ഒരുപാട് നന്മകൾ, അനുഗ്രഹങ്ങൾ ദൈവം ഞങ്ങൾക്ക് തന്നിരുന്നു. ഒരുപാട് വസ്തുവകകൾ, സാമ്പത്തികമായി നല്ലൊരു നിലവാരത്തിൽ ജീവിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അപ്പോഴൊക്കെ ദൈവം എനിക്ക് നല്ല കഴിവുകൾ ദൈവം എനിക്ക് തന്നിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പഠിച്ച് നല്ല വലിയൊരു പോലീസ് അധികാരിയാകണം എന്ന്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ അതിവാഞ്ചയോടെ ഞാൻ പഠിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ ആ ദേശത്ത് നല്ലൊരു നിലവാരത്തിൽ ജീവിച്ചൊരു കുടുംബം എന്ന് പറയത്തക്ക നിലയിൽ ദൈവം ഞങ്ങളെ ഉയർത്തിയിരുന്നു. സാമ്പത്തികമായി അല്പം ഉയർന്നു പോയപ്പോഴത്തേക്ക് ഒരുപാട് ശത്രുക്കളും ഒരുപാട് അസൂയുള്ളവരും ഞങ്ങളുടെ ജീവിതത്തിന് നേരെ എതിർത്ത് നിന്നു. ഞാൻ ഏതൊരു മീഡിയയിലും പറയുവാൻ മടിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാ ഈ മന്ത്രവാദത്തെ കുറിച്ച്. ഞങ്ങൾ അല്പം സാമ്പത്തികത്തിൽ ഉയർന്ന ഒരു ജീവിതത്തിൽ ആയിരുന്നപ്പോൾ ഒരുപാട് പേര് ഞങ്ങൾക്ക് മന്ത്രവാദം ചെയ്തു. ഏത് സമയം നോക്കിയാലും മന്ത്രവാദം ചെയ്തു വച്ചിരിക്കുന്ന സാധനങ്ങൾ പെറുക്കി മാറ്റുന്നതായിരുന്നു ഞങ്ങൾക്ക് സ്ഥിരമായുള്ള ഒരു ജോലിയായിരുന്നത്. അങ്ങനെ ഇങ്ങനെ മന്ത്രവാദം ചെയ്യുന്നത് ആരാ എന്താന്ന് ഞങ്ങൾക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. അതുപോലെ മന്ത്രവാദം മാറുവാനോ കൂടാത്തറം മാറുവാനോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു പാസ്റ്റർമാരുടെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുകയോ ഒന്നും തന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഇത് എന്തിനു വേണ്ടിയാണ് ഇവര് ഈ മന്ത്രവാദങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത് എന്നുള്ളതും ഞങ്ങൾക്ക് അറിയുന്നില്ലായിരുന്നു. ചില വർഷങ്ങൾ പിന്നിട്ടു. ഞങ്ങളുടെ കുടുംബത്തുള്ള ഓരോ നന്മകളും ഇല്ലാതായി, ഓരോ വസ്തുക്കളും നഷ്ടമായി. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും കഷ്ടതകളും വേദനകളും മാറാവ്യാധികളും വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ തുടങ്ങി. അന്നൊക്കെ ആരും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല ഇതുപോലെ ദൈവത്തിന്റെ കരം കണ്ട് നീ സൗഖ്യം പ്രാപിച്ചതാ, അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടണം, ദൈവത്തിന്റെ വേല ചെയ്യണം, അങ്ങനെയൊക്കെ ദൈവവുമായി അധികമായി അടുത്ത് ജീവിക്കണം എന്നുള്ളത് ആരും തന്നെ പറഞ്ഞു തന്നിട്ടില്ല. ഞങ്ങൾ പള്ളിയിൽ പോകും, എല്ലാരും പ്രാർത്ഥിക്കുന്ന കൂടത്തിൽ ഞങ്ങളും കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഭവനത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു. അപ്പോഴും ആ സന്ദർഭത്തിലും ദൈവത്തിന് ആദ്യമേ ഒന്ന് ശത്രുവിന്റെ കൈ ഏൽപ്പിക്കാനായി ലഭിച്ച ആള് ഞാൻ തന്നെയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്നും നന്നായി ജീവിച്ചിരുന്ന എനിക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു. എനിക്ക് വീണ്ടും രോഗങ്ങള്, പലവിധമായ രോഗങ്ങള് ആരംഭിച്ചു. കാരണം എന്നാന്ന് വെച്ചാൽ ദൈവത്തിന് എന്നെ വേണമായിരുന്നു. ചില കഷ്ടതകള്, പ്രശ്നങ്ങള്, പ്രതികൂലങ്ങള്, രോഗങ്ങളിട്ട് മാത്രമേ ദൈവത്തിന്റെ പദ്ധതിക്ക് ഒത്തവണ്ണം എന്നെ പണിത് ഒരുക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള കാരണം കൊണ്ടായിരിക്കാം ദൈവം ആദ്യമേ ചൂണ്ടയിട്ടത്. ദൈവം എന്റെ മേലായിരുന്നു. അന്ന് വരെ നന്നായിരുന്ന എനിക്ക് രോഗങ്ങൾ വരുവാൻ തുടങ്ങി. അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. കുശവന്റെ കയ്യിലെ പാത്രം തനിക്കിഷ്ടമായില്ല, തനിക്കത് ബോധിച്ചില്ല. അപ്പോ ആ കുശവൻ തന്റെ കയ്യിലുള്ള പാത്രത്തെ എടുത്ത് അത് അടിച്ചു ഉടച്ച് അതിനെ ഞുറുക്കി അതിനെ മറ്റൊരു പാത്രമാക്കുവാൻ ശ്രമിക്കുന്നത് പോലെ കർത്താവായ ദൈവം എന്നെയും കയ്യിലെടുത്തു. ഞാനിന്ന് പാത്രത്തെ കയ്യിലെടുത്ത് എന്നെ അടിച്ചു ഉടയ്ക്കുവാനായി തുടങ്ങി. അപ്പോൾ വേദനകൾ, കഷ്ടതകൾ, പ്രശ്നങ്ങൾ, മഹാവ്യാധികൾ എന്റെ ജീവിതത്തിലേക്ക് വരുവാൻ തുടങ്ങി. ഞാൻ ദൈവമേ എന്തുകൊണ്ട് എനിക്ക് ഈ രോഗങ്ങൾ, പ്രശ്നങ്ങൾ വരുന്നെന്ന് ഞാൻ നിലവിളിച്ച് കരയുവാൻ തുടങ്ങി. അങ്ങനെ ജീവിതത്തിൽ ഉള്ള സമാധാനം കൂടെ ഇല്ലാതെയായിപ്പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായ ഒരു മനസ്സിലൊരു വേദന ഉണ്ടായിരുന്നു. ആ ഹിന്ദു പാരമ്പര്യത്തിൽ നിന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു, സേവിച്ചതിന്റെ മുഖാന്തരമായി
നന്മകളും അനുഗ്രഹങ്ങളും സമാധാനവും സന്തോഷവും ദൈവം എല്ലാം ഞങ്ങൾക്ക് തന്നിട്ട് ഇപ്പോഴത്തെ നിലവാരം എന്ന് പറഞ്ഞത് നേരെ തിരിച്ചായിപ്പോയല്ലോ. ഉള്ള സമാധാനവും സന്തോഷവുമില്ല ദൈവം തന്നെ ഞങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞോ എന്ന് ഓർത്ത് ഞങ്ങള് വീണ്ടും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പോലും വെറുതെയാണ്, ഈ ജീവിക്കാൻ പോലും താല്പര്യമില്ലാത്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. മാറി മാറി ഓരോ ആശുപത്രി വഴി കയറിയിറങ്ങുവാൻ തുടങ്ങി. ഉള്ള സാമ്പത്തികം മുഴുവനും ആശുപത്രി വഴി പോയി. ഒരുപാട് ശത്രുക്കൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. ഞങ്ങളുടെ വസ്തുക്കളെല്ലാം അറിയാതെ എഴുതി വാങ്ങിയവരും അറിയാതെ മോഷ്ടിച്ചെടുത്തവരും ഒരുപാട് പേര്. അവരോടെല്ലാം ഞങ്ങൾക്ക് എതിർക്കുവാൻ സാധിച്ചില്ല. എന്താ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു പോലും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ മേലാത്ത ഒരു നിലവാരത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ആശുപത്രി വഴി കയറി ഇറങ്ങി എല്ലാ സാമ്പത്തികവും നഷ്ടമായി. ആഴ്ചയിൽ 7 ദിവസത്തില് 4 ദിവസവും ഞാൻ ഹോസ്പിറ്റലിലായിരിക്കും. അതുപോലെ ഒരു നിലവാരത്തേക്ക് എൻ്റെ ജീവിതം തള്ളപ്പെട്ടു. ജീവിതം വെറുത്തുപോയി. ഈ കൂടെയുള്ള അസുഖങ്ങൾ, കൂടെയുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും നിന്നയായി, പരിഹാസമായി, ഒരു അപമാനമായി തീർന്നല്ലോ എന്നുള്ളത് ഭയങ്കരമായ ജീവിതത്തിൽ ഒരു വേദനയായി തീർന്നു. അന്ന് പല ദൈവദാസന്മാരും ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായി കടന്നു വന്നിരുന്നു. അവരെല്ലാം പ്രാർത്ഥിച്ചിട്ട് പ്രവചനമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മോൾ മരിച്ചു പോകും, ഈ കുഞ്ഞ് മരിച്ചു പോകും, ഇനി ജീവിക്കില്ല, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ദൈവദാസന്മാരെന്ന് പ്രവചനമായി പറഞ്ഞിരുന്നു. അതിൽ ചില ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി വന്നിട്ട് പ്രാർത്ഥിക്കാതെ മടങ്ങിപ്പോയിട്ടുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ വലിയ ബന്ധനക്കാരിയാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ ഈ കുഞ്ഞിലുള്ള ബന്ധനം എൻ്റെ ഭാര്യയും മക്കൾക്ക് ദോഷമായി തീരും എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ കടന്നു വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ മടങ്ങിപ്പോയ ദൈവദാസന്മാരുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലൊക്കെ ഗവൺമെന്റ് ഡോക്ടർമാര് എൻ്റെ വീട്ടിൽ വന്ന് തന്നെ എനിക്ക് ചികിത്സ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ആശുപത്രിയിൽ പോലും പോകുവാൻ കഴിയാത്തതുപോലെ ഒരു നിലവാരത്തേക്ക് ഞാൻ തള്ളപ്പെട്ടിരുന്നു. എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഒന്ന് ചർച്ചിലേക്ക് പോകും, ഒന്ന് പ്രാർത്ഥിക്കണം തോന്നുമ്പോൾ പോകാറുണ്ട്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകും. പോയിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന അതിനെ കഴിഞ്ഞ് വലിയ നിന്നെ അവിടെ കാത്തിരിക്കുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ എന്നെ പോലെയുള്ള യൗവനക്കാര് സഹോദരിമാര് എൻ്റെ അടുക്കെ പോലെ ഇരിക്കത്തില്ല. എന്നെ കണ്ട ഉടനെ അവർ എഴുന്നേറ്റ് പോയി ഓടി മാറിപ്പോയിരിക്കും. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ വലിയ ബന്ധനക്കാരിയാ, വലിയ രോഗിയാ, ഇവിടെ അടുത്ത് പോലും ഇരിക്കാൻ പറ്റത്തില്ല. ഇരുന്ന് കഴിഞ്ഞാൽ ബന്ധനമെല്ലാം നമ്മുടെ ദേഹത്ത് വന്നു കളയും എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് എന്നെ കണ്ടാലേ മറ്റുള്ളവർ മാറിപ്പോയിരിക്കുമായിരുന്നു. എൻ്റെ അടുക്കെ പോലും ആരും ഇരിക്കത്തില്ലായിരുന്നു. ആ സന്ദർഭമൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഓർത്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു മനസ്സിൽ വിഷമം തോന്നാറുണ്ട്. അതായപ്പോൾ അവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് മാറി ഇരുന്ന് കരയുമായിരുന്നു. തലയിട്ടിരിക്കുന്ന ഷാള് മുഖം മുഴുവനുമായി മറച്ചിട്ട് ആരും കാണാതിരുന്ന് ഞാൻ കരഞ്ഞോണ്ടേയിരിക്കും. ആ പ്രാർത്ഥന ആരംഭിക്കുന്ന സമയം മുതൽ അവസാനിക്കുന്ന സമയം വരെ ഞാൻ കരഞ്ഞോണ്ടേയിരിക്കുമായിരുന്നു. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തകർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തകർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും
എന്റേതാണേ. ജീവിതത്തിൽ ഒരുപാട് വേദനകളും കഷ്ടതകളും മഹാവ്യാധികളും ജീവിതത്തിൽ വന്നു. അന്നത്തെ കഷ്ടത എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സമാധാനം പറയാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ ജീവിതം മടുത്തിട്ട് ഞാനൊരു തീരുമാനത്തിലേക്ക് എത്തി. ഇനി ഭൂമിയിൽ ജീവിക്കേണ്ട, ഇനി ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ജീവിക്കേണ്ട, നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാ മതി, മരിച്ചു കളഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മനസ്സിൽ കരുതി ഒരുപാട് നാളുകൊണ്ട് കുറെ ഗുളികളും എല്ലാം ശേഖരിച്ച് വെച്ച് ഒരു ദിവസം വീട്ടിൽ ആരുമില്ലാത്ത തക്കം നോക്കി ഞാനത് കഴിക്കുവാനായി തീരുമാനിച്ചു. വീട്ടിൽ ആരുമില്ലാത്ത സന്ദർഭം നോക്കി നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഞാൻ ആ ഗുളിയെല്ലാം കഴിച്ച് ഞാൻ നന്നായിട്ട് കടലിലോട്ട് കിടന്നു. ചില നിമിഷങ്ങൾ കടന്നതും ആരാണ്ട് എന്റെ കയ്യിലോട്ട് മുറുക്ക പിടിച്ച് എന്നെ വലിച്ച് ഇഴച്ച് എങ്ങോട്ടോ കൊണ്ടുപോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടെന്നല്ല പറയേണ്ടത്, അത് യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്ന് വേണം എനിക്ക് പറയുവാൻ സാധിക്കും. എന്നെ കൊണ്ടുപോകുന്ന ആളിന്റെ രൂപം എനിക്ക് കാണുവാൻ സാധിക്കത്തില്ല, പക്ഷെ ആ ആളിന്റെ ശബ്ദം, ആ ആള് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കുവാൻ കഴിയും. അങ്ങനെ ആ മനുഷ്യൻ എന്നെ കൈകളിൽ പിടിച്ച് വലിച്ചഴച്ച് എങ്ങോട്ടോ കൊണ്ടുപോയി ഒരിടത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ കൊണ്ടുപോകും തോറും എന്റെ ചെവികളിൽ വലിയ കരച്ചിലിന്റെയും അലർച്ചയുടെ നിലവിളിയുടെ ശബ്ദം എന്റെ കാതുകളിൽ കേട്ടു. എന്നെ കൊണ്ടുപോയി വലിയൊരു വാതില് പോലെ ഉള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി എന്നെ അവിടേക്ക് നിർത്തി. അപ്പോൾ ഞാൻ അവിടെ നോക്കിയപ്പോഴത്തേക്ക് ഒരു മനുഷ്യരെ ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല. പക്ഷെ വലിയ അലർച്ചയുടെയും കരച്ചിലിന്റെയും നിലവിളിയുടെ ശബ്ദം മാത്രം അവിടെ കേൾക്കുവാൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ എവിടെയാണ് ഈ ശബ്ദം കേൾക്കുന്നത് എന്ന് നോക്കുന്നുണ്ട്. അവിടെ ഒരു വലിയൊരു വാതില് മാത്രം അവിടെ ഉണ്ട്. ആ വാതിന് ഉള്ളിലേക്ക് പോകുന്നവർ, അതിനുള്ളിൽ പ്രവേശിക്കുന്നവർ വരുമ്പോൾ ആ വാതിലിന്റെ കതകുകൾ താനെ തുറന്നു താനെ മൂടുന്നു. എന്നെ അവിടേക്ക് കൊണ്ടുപോയ മനുഷ്യൻ എന്നോട് പറഞ്ഞു, നീ ഇതിനുള്ളിലേക്ക് നീ സൂക്ഷിച്ചു നോക്കുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അതിനകത്ത് സൂക്ഷിച്ചു നോക്കാനായിട്ട് എതിരെ നോക്കാൻ കഴിയും എന്ന് ഓർത്ത് ഞാൻ സൂക്ഷിച്ച് എതിരെ എനിക്ക് നോക്കുവാൻ സാധിച്ചില്ല. വീണ്ടും എന്നോട് പറഞ്ഞു, ഇതിലേക്ക് നീ സൂക്ഷിച്ച് നോക്കുക എന്ന് പറഞ്ഞപ്പോ ചെറിയൊരു ജന്നല് പോലെ എന്തോ ഒന്ന് അവിടെ ഉണ്ട്. ആ വഴി എന്നോട് സൂക്ഷിച്ച് നോക്കാൻ പറഞ്ഞ് ഞാൻ സൂക്ഷിച്ച് നോക്കി. പക്ഷെ അതിനകത്ത് മുഴുവൻ ഇരുട്ടായിരുന്നു. അപ്പോൾ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ആ കാഴ്ച കണ്ട് ഞാൻ ഭയന്നു പോയി. കാരണം എന്നാന്ന് വെച്ചാ അതിനുള്ളില് കോടികള്, അപ്പൊ ഒരുപാട് ആളുകള്, എണ്ണുവാൻ കഴിയാത്തതുപോലെ ജനങ്ങള് അതിനുള്ളില് ചങ്ങല കൊണ്ട് കെട്ടിത്തൂക്കി, അവരെല്ലാം കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. ആ മനുഷ്യരിൽ ഒരുപാട് പേര് നൂൽ വസ്ത്രം പോലില്ലാതെ അവര് കെട്ടിത്തൂങ്ങി കിടക്കുകയാണ്. അവരെല്ലാം കഴുത്തില് ചങ്ങല മുറുകിട്ട് കഴുത്ത് മുറിഞ്ഞിട്ട് രക്തം അവരുടെ ശരീരത്ത് വഴി അവരുടെ ഡ്രസ്സ് വഴി താരതാരയായി ഒഴുകുന്നു. ആ തറ മുഴുവന് രക്തമാണ്, അവരുടെ ശരീരം മുഴുവന് രക്തമാണ്. അവരുടെ മുഖമെല്ലാം ഭയങ്കര വിരൂപമായിരിക്കുന്നു. അവര് കണ്ണുകളും നാക്കും എല്ലാം പുറത്തു വന്നു. അവരുടെ മുഖം ഭയങ്കര കാണുവാൻ സഹിക്കുവാൻ കഴിയാത്തതുപോലെ വിരൂപമായിരിക്കുന്നു. അവര് കൈകാലികളെ പിടപ്പിച്ചുകൊണ്ട് വല്ലാത്തൊരു വിരൂപത്തിൽ അലറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഞാൻ അവിടെ കണ്ടത്. ഈ വാതിലിന്റെ മറ്റൊരു വശത്ത് വലിയൊരു കുഴി പോലെ എന്തോ ഒന്നുണ്ട്. അതിനുള്ളിലും ജനക്കോടികളെ പുഴുക്കള് കൂട്ടിയിട്ടേക്കുന്നത് പോലെ അതിനകത്ത് കിടക്കുന്നു. പക്ഷെ എനിക്കത് വ്യക്തമായി കാണുവാൻ സാധിച്ചിട്ടില്ല. ചില നിമിഷം കടന്നതും എന്നെ അവിടേക്ക് കൊണ്ടുപോയ മനുഷ്യൻ എന്നോട് പറയുകയാണ്, ഇവരെല്ലാം ആത്മഹത്യ ചെയ്ത് മരിച്ചവരാണ്.
എന്ന് പറഞ്ഞു. ഞാൻ ഈ മനുഷ്യരെല്ലാം കണ്ടിട്ട് വല്ലാതെ ഭയപ്പെട്ടപ്പോഴത്തേക്ക് എന്നെ അവിടേക്ക് കൊണ്ടുപോയ മനുഷ്യൻ എന്നോട് ചോദിച്ചു, നിനക്ക് ഇവിടെ വളരെ കോപിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് ഇവിടെ വരണമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ വേണ്ടേ എന്ന് പറഞ്ഞ് ഭയങ്കരമായി കരയുവാനായി തുടങ്ങി. അപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, നീ ചെന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ഇത് അറിയിക്കണം എന്ന് പറയുവാനായി ഇടയായി തീർന്നു. അങ്ങനെ പറഞ്ഞതും ചില മണിക്കൂറുകൾ കടന്നു. ഞാന് ഉറക്കത്തിൽ നന്നായിട്ട് ഉണർന്നു. കാരണം എന്താന്ന് വെച്ചാൽ മരിക്കാനുള്ള എല്ലാ സംവിധാനം ചെയ്തിട്ടാണ് ഞാൻ അവിടെ കിടന്നത്. ചില മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് യാതൊന്നും സംഭവിച്ചില്ല. ഞാൻ നല്ലവണ്ണം ഉണർന്നു. പിന്നീട് ഞാൻ ഈ സംഭവം ആരോടും പറയാൻ ഇഷ്ടപ്പെടാത്തൊരു സംഭവമായിരുന്നു. അന്നു മുതല് പിന്നെ ആത്മഹത്യ ചെയ്യണം, മരിച്ചു കളയണം, അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിൽ ഇല്ലാതെ തന്നെ ആയിപ്പോയി. പിന്നെ ചില കാലഘട്ടങ്ങൾ, ചില വർഷങ്ങളോളം കട്ടിലേൽ തന്നെ ഞാൻ കിടന്നു. രോഗമായി വേറെ യാതൊരു നിവൃത്തിയും എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആത്മഹത്യ ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതൊരു വലിയൊരു നരക ജീവിതമാണ്. അവിടേക്ക് പോകുന്നത് വലിയൊരു നാശത്തിലേക്കാണ് പോകുന്നത്. ദൈവം ഇട്ട ആയുസിനെ ദൈവം എടുക്കട്ടെ. ദൈവത്തിന് എപ്പോൾ എന്റെ ആയുസ് നാളിനെ എടുക്കണമെന്ന് ദൈവം വിചാരിക്കുന്നു, അപ്പോൾ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഞാന് ചിന്തിക്കുവാനായി ഇടയായി തീർന്നു. ജീവിതം ഒന്നേ ഉള്ളൂ, അത് വെറുതെ പാഴാക്കിടല്ലേ. മരിക്കും മുമ്പേ ഒന്നോർത്തിടുക, ഇനിയൊരു ജീവിതം പോവതിലില്ല. അതായത് ജീവിതം ഒന്നേ ഉള്ളൂ. മരിക്കും മുമ്പേ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഈ ജീവിതം ഒന്നേ ഉള്ളൂ. എന്റെ വാക്കുകൾ കേൾക്കുന്ന ഈ ലോകത്ത് ആരെങ്കിലും ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോടൊന്ന് പറയാനുണ്ട്, ജീവിതം ഒന്നേ ഉള്ളൂ. അതാര് വെറുതെ പാഴാക്കി കളയരുത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. മരിക്കുവാനായി ഒറ്റ വഴിയുള്ളൂ, ആത്മഹത്യ ചെയ്യുവാൻ ഒറ്റ വഴിയുള്ളൂ. പക്ഷെ ജീവിച്ച് കാണിക്കാൻ ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഇന്നത്തെ സാഹചര്യം നാളെ നമുക്ക് അനുകൂലമായി മാറാം. ഇന്നത്തെ പ്രതികൂലമായ കാലം നാളത്തെ അനുകൂലമായി മാറാം. അതുകൊണ്ട് ആരും തന്നെ ജീവിതത്തെ ആത്മഹത്യയിൽ ചെയ്ത് അവസാനിക്കരുത്. കാരണം എന്താന്ന് വെച്ചാ, ആത്മഹത്യ ചെയ്ത് മരിച്ചവരുടെ ആത്മാക്കള് കഷ്ടപ്പെടുന്നത് അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ആ മനുഷ്യൻ പറഞ്ഞൊരു സംഭവമുണ്ട്, ഇവരെ അഴിച്ചു വിട്ടാൽ ഇവരെല്ലാം ആത്മഹത്യ ചെയ്ത് മരിച്ചവരാണ്, ഇവരെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു വച്ചിരിക്കുന്നു, ഇവരെ അഴിച്ചു വിട്ടാൽ ഇവർ ഭൂമിയെ മുഴുവനുമായി നശിപ്പിച്ചു കളയുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവരെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു വച്ചിരിക്കുക എന്നാണ് ആ മനുഷ്യനോട് പറഞ്ഞത്. ഇത് കേട്ടതേ എനിക്ക് ഇപ്പോൾ അത് ഓർക്കുമ്പോഴത്തേക്ക് എന്റെ മനസ്സിലൊരു ഭയം പോലെ തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ ജീവിതവുമില്ല മരണവുമില്ല എന്ന് പറഞ്ഞ പോലെ ഒരു നിലവാരത്തേക്ക് ജീവിച്ചിരിക്കുകയാണ്. അപ്പോഴൊക്കെ എനിക്ക് ഒരു കാര്യം, അപ്പോ ആ രോഗമായിട്ട് കിടന്ന ആ സന്ദർഭത്തിൽ ഒരുപാട് കാര്യങ്ങൾ എന്റെ കണ്ണുകളാൽ, ഇത് സ്വപ്നമോ ഓർമ്മയോ ഒന്നുമല്ല, ഇതെന്റെ കണ്ണുകളാൽ കണ്ട പല സംഭവങ്ങളും എനിക്ക് ഇവിടെ പറയുവാൻ സാധിക്കും. കാരണം എന്ന് വെച്ചാൽ അന്ന് ഞാൻ ദൈവദൂതന്മാരെയൊക്കെ ഞാൻ എന്റെ കണ്ണുകളാൽ കാണുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്റെ കട്ടിലിന്റെ രണ്ട് അരികത്ത് വന്ന്, അത് വന്ന് സ്ത്രീകളല്ല, വന്ന് വെള്ള വസ്ത്രധാരിയായ മനുഷ്യര് എന്റെ കട്ടിലിന്റെ അരികത്ത് വന്ന് നിന്നിട്ട് എന്നോട് പറയും, നിനക്ക് ഇവിടെ നിന്ന് പുറപ്പെടുവാനുള്ള സമയം അടുത്തു വന്ന്. പലതവണ അവരിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്റെ മാതാവിനോട് പറഞ്ഞ്, ഇതുപോലെ രണ്ട് വെള്ള വസ്ത്രം ധരിച്ച രണ്ടുപേര് എപ്പോഴും എന്റെ കട്ടിലിന്റെ അരികെ വന്നിട്ട് നിനക്ക് ഇവിടെ നിന്ന് പുറപ്പെടുവാനുള്ള സമയം അടുത്തു എന്ന് എന്നെ എന്നോട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ മാതാവിന്, എന്റെ സഹോദരങ്ങൾക്കെല്ലാം മനസ്സിലായി, ഇനി ഈ മകൾ മരിച്ചു പോകും, ഇനി ജീവിക്കത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് വാസ്തവമായി മനസ്സിലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ കിടക്കയിൽ തന്നെ കിടക്കുന്ന ഈ സന്ദർഭത്തില്
അതായത് എൻ്റെ പ്രാണൻ എന്നെ വിട്ട് എഴുന്നേറ്റ് എങ്ങോ നടന്നു പോന്നു, കുറെ ദൂരത്തേക്ക് ഇത് നടന്നു പോന്നു. നടന്നു പോകുമ്പോഴത്തേക്ക് എൻ്റെ മാതാവ് എൻ്റെ പേര് ചൊല്ലി എന്നെ വിളിക്കുമ്പോഴത്തേക്ക്, പലതവണ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു ഓടി വന്ന് എൻ്റെ ശരീരത്തോട്ട് വന്നിട്ട് ഞാൻ എഴുന്നേറ്റ് എന്നെ അമ്മ എന്നെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നത് പോലെ അനുഭവമോ എനിക്കത് പലതവണ അത് കൂടെ എൻ്റെ ജീവിതത്തിൽ അത് ഒരു അനുഭവം ഉണ്ടാകുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ മരണം എന്നുള്ളത് ഉറപ്പാണ്, എന്തെങ്കിലും ഒരു ദിവസം മരണം നമ്മളെ പിടികൂടും. പക്ഷെ നമ്മുടെ ഈ പ്രാണൻ പോകുന്നത് ഇത് നമ്മളല്ല പോകുന്നത്, നമ്മുടെ ജീവനാണല്ലോ പോകുന്നത്. നമ്മൾ ഈ പ്രാണനെ എങ്ങോട്ടാണ് എഴുന്നേറ്റ് പോകുന്നത്? ആ ആത്മഹത്യ ചെയ്ത് മരിച്ച് ആ ചങ്ങളെ പൂട്ടപ്പെട്ട് കിടക്കുന്ന ആ മനുഷ്യരുടെ ഇടയ്ക്കാണ് നമ്മുടെ പ്രാണൻ പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഒരു നിരാശയും വേദനയും എൻ്റെ മനസ്സിൽ ഒരുപാട് എനിക്ക് തോന്നിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ചില മാസങ്ങൾ കടന്നു, ചില വർഷങ്ങൾ കടന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച് കാത്തിരുന്ന മരണ ദിവസം എൻ്റെ കണ്ണു മുമ്പിൽ വന്നു. അത് വന്നത് ഒരിക്കൽ അത്ഭുതത്തിന്റെ കരമായി ഇറങ്ങി വന്ന അതേ കരം എൻ്റെ മുമ്പിലേക്ക്, ആ കരം എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ആ കരം ഇത്രമാത്രമുള്ള ഒരു കരമാണ്. ആ കരം എൻ്റെ അടുക്കിലേക്ക് വന്ന് എന്നെ ഇങ്ങനെ കോരിയെടുത്ത്, ആ ഉള്ളം കയ്യിലേക്ക് എന്നെ കോരിയെടുത്തിട്ട് ആ കയ്യിലേക്ക് എന്നെ കിടത്തി. ആ കരം എങ്ങോ ഒരു വെള്ള തുണി പോലെ എന്തോ വന്നപ്പോൾ ആ സമയത്ത് എന്നെ മൂടുവാനായി ഇടയായി തീർന്നു. ആ കരം എന്നെയും കൊണ്ട് പറന്നു എങ്ങോ കൊണ്ട് ചെന്നതായ സ്ഥലം എവിടെയെന്ന് എനിക്കറിയത്തില്ല. എവിടേക്കോ എന്നെ ചെന്നിട്ട് എന്നെ കൊണ്ടുപോയി, ആ കരം കൊണ്ടുപോയി ഒരിടത്തേക്ക് എന്നെ കൊണ്ടുപോയി നിർത്തി. ആ നിർത്തിയ സ്ഥലം എന്ന് പറയുന്നത് വലിയൊരു രാജ്യം പോലെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ജനകോടികള് ഈ ഭൂമിയിലുള്ളതിനെക്കഴിഞ്ഞും 4 ഇരട്ടി കൂടുതലുള്ള ജനങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷെ അവിടെ എല്ലാ മനുഷ്യരും ഇരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാ, അവരെല്ലാം മുഴങ്കാലിട്ട് കൈകൾ കുപ്പിയതുപോലെയും, അതുപോലെ അവരുടെ തല മുതൽ പാദം വരെ വെള്ള തുണി കൊണ്ട് അവരെ ചുറ്റിയിരുന്നു. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയോ തമ്മിൽ സംസാരിക്കുകയോ ഒന്നുമില്ല. അവരെല്ലാം ഒരേ ദശയിൽ നോക്കിയ പോലെ തന്നെ ഇരുന്ന് അവരുടെ മുഖം മാത്രമേ കാണുവാൻ സാധിക്കത്തുള്ളൂ. ബാക്കി മുഴുവൻ അവർ വെള്ള തുണി കൊണ്ട് അവരുടെ ശരീരം മുഴുവനും തല മുതൽ പാദം വരെ അവരെ ചുറ്റിയിരുന്നു. അവരുടെ മുഖമെല്ലാം ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്തോ വലിയ നിധി ലഭിച്ചതുപോലെ, നിധി കിട്ടിയവരെ പോലെ അവരുടെ മുഖമെല്ലാം ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അവരുടെ മുഖമെല്ലാം ഭയങ്കര പ്രകാശമായിട്ട് തന്നെ ഇരുന്നു. ഈ മനുഷ്യരെയെല്ലാം വെള്ള മഞ്ഞ് പോലെ എന്തോ, അഥവാ വെള്ള മേഘം പോലെ എന്തോ ഒന്ന്, വെള്ള പുക പോലെ എന്തോ ഒന്ന് ഇവരെല്ലാം ഈ മനുഷ്യരെ മുഴുവനുമായി, രാജ്യം മുഴുവനുമായി മൂടിയിട്ടിരിക്കുകയാണ്. ഇവരുടെ ഇടയിൽ ഒരു ഗീതം പാടുന്നുണ്ട്. പക്ഷെ ഞാൻ അവിടെ പാടുന്നവരെയോ യാതൊരു ഉപകരണങ്ങളെയും ഞാൻ അവിടെ കണ്ടില്ല. ആ പാടുന്ന പാട്ടിന്റെ ഏത് ഭാഷയാണെന്നും എനിക്കറിയത്തില്ല. ഈ മനുഷ്യരുടെ ഇടയ്ക്ക് ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ കയ്യിൽ ഇരുമ്പുകോൽ പിടിച്ചുകൊണ്ട് ഉലാവുന്നത് ഞാൻ കണ്ടു. ഈ മനുഷ്യൻ എന്റെ അടുക്കിലേക്ക് വന്ന് എന്നോട് പറഞ്ഞു, ഇതാണ് നിന്റെ സ്ഥലം, നീ ഇവിടേക്ക് ഇരിക്കുക എന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. വീണ്ടും ആ മനുഷ്യൻ പറഞ്ഞു, നീ ഇവിടേക്ക് വന്നു കഴിഞ്ഞു, ഇതാണ് നിന്റെ സ്ഥലം, നീ ഇവിടേക്ക് ഇരിക്കുക എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഇവരെല്ലാം മൗനമായിട്ടിരിക്കുന്നത്, എന്താണ് ഇത്, എന്തൊരു സ്ഥലമാണ് എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഇതാണ് വിശുദ്ധന്മാരുടെ വിശ്രാമ സ്ഥലം, ഇതാണ് പറുദീസ, നീ ഇവിടേക്ക് ഇരിക്കുക എന്ന് പറഞ്ഞു ആ ഒരു സ്ഥലം എന്നെ അവിടെ കാണിക്കുവാനായി ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കരയുവാനായി തുടങ്ങി. അയ്യോ ഇവരെല്ലാം മരിച്ചവരല്ലേ, അയ്യോ വേണ്ട, എന്നെ ഇവിടെ ഇരുത്തല്ലേ, ഞാൻ കുറച്ചു നാൾ കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെ വന്നോളാം എന്ന് പറഞ്ഞ് ഞാൻ കരയുവാനായി തുടങ്ങി. പക്ഷെ ആ മനുഷ്യരെ വേറൊന്നും എന്നോട് മറുപടി പറയുന്നില്ല. ഇതാണ് നിന്റെ സ്ഥലം, നീ ഇവിടേക്ക് വന്ന് ഇരിക്കുക എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ചില നിമിഷങ്ങൾ കടന്നത് ആ മനുഷ്യൻ സൂക്ഷിച്ച് എന്റെ മുഖത്തേക്ക് നോക്കിയാണ്. മൗനമായി തന്നെ ആ മനുഷ്യൻ എന്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിയതും
ചില നിമിഷങ്ങൾ കടന്നതും ഒരു ബോൾ എടുത്ത് വലിച്ചു എറിയുന്നത് പോലെ ഞാൻ എൻ്റെ ശരീരത്തോട്ട് വന്ന് വീണ് ഞെട്ടി ഉണർന്നിട്ട് അപ്പോൾ ഞാൻ ഓർത്ത് ഇതെന്താണ് സംഭവിച്ചത്, ഇത്ര നേരം നമ്മൾ എവിടേക്കാണ് പോയത്, എന്താ സംഭവം എന്ന് എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. ഞാനങ്ങ് ആകെ വിഷമിച്ച് ഇതെന്തൊരു സ്ഥലമായിരിക്കുന്നു ഓർത്ത്. അപ്പോഴൊക്കെ ഞാൻ നല്ലോണം ബൈബിൾ വായിച്ചിട്ടില്ല, സൺഡേ ക്ലാസ് പഠിച്ചിട്ടില്ല, ബൈബിൾ സ്റ്റഡി പഠിച്ചിട്ടില്ല, ബൈബിളിനെ കുറിച്ച് എനിക്ക് ഒന്നും തന്നെ അങ്ങനെ അറിയത്തില്ല. ഈ പാസ്റ്റർമാര് പ്രസംഗിക്കുന്നത് മാത്രം കേട്ടിട്ടുണ്ട്. അതും ശരിക്കും ഗ്രഹിക്കാനുള്ള ഒരു അറിവ് എനിക്ക് അന്നില്ല. പിന്നീട് എനിക്ക് മനസ്സിലായത് അത് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ എന്നുള്ളത്. അത് ഞാൻ മറ്റുള്ളവരെ കൂടി ചോദിച്ചറിഞ്ഞ് അത് ഞാൻ മനസ്സിലാക്കുവാൻ ഞാൻ ഇടയായി തീർന്നു. അതിനുശേഷം പിന്നീട് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. അവിടെ വരെ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നല്ലോ, ഇനി നമുക്ക് അവിടെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ, ഈ ഭൂമിയിലെ കഷ്ടതകളും വേദനകളും ഇതെല്ലാം ഒന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര എന്റെ മനസ്സിലൊരു ദുഃഖം തോന്നിയായിരുന്നു. ആ സമയത്തൊക്കെ എന്റെ രോഗത്തിന്റെ നിലവാരം ഒരു മാറ്റവും അധികമായിക്കൊണ്ട് തന്നെയിരുന്നു. ജീവിതവുമില്ല, മരണവുമില്ല എന്നുള്ള നിലവാരത്തിലാണ് ഞാൻ അന്നത്തെ ദിവസമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോ മരിച്ചാലും നമുക്ക് മരണവും കൈ പോകുന്നില്ല, മരിക്കാനും സാധിക്കുന്നില്ല, ജീവിക്കാനും സാധിക്കുന്നില്ല, ശരീരത്തിൽ യാതൊരു സുഖവും തോന്നുന്നില്ല. എല്ലാവരും പ്രാർത്ഥിക്കാൻ വരുന്നവരല്ല, നമ്മളോട് പ്രാർത്ഥിക്കാൻ പോലും നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പോലും മടിക്കുന്ന അവസ്ഥ. അത് ഇവിടെ ഒരു പള്ളിയിൽ പോലും പോയി സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക എല്ലായിടത്തും നിന്ന് പരിഹാസം അപമാനമായി തീർന്നല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര നിരാശ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോഴൊക്കെ ഞാനൊരു വിശ്വാസി തന്നെയാണ്. ഞാൻ 2.5 വയസ്സ് മുതൽ ഞാനൊരു എൻ്റെ മാതാവിനെ പള്ളിയിലൊക്കെ കൊണ്ടുപോയിട്ടുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ആ ഒരു സന്ദർഭം എന്ന് പറഞ്ഞത് അത് ആ മനസ്സിലെ വേദന എന്ന് പറഞ്ഞാൽ ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ അനുഭവിച്ചവർക്ക് മാത്രമേ ആ വേദനയെ കുറിച്ച് അറിയത്തുള്ളൂ. പിന്നീട് ആരെങ്കിലും പ്രവചിച്ച് എന്നോട് ഇതുപോലെ മരിച്ചു പോകുന്ന ദൂത് പറഞ്ഞാലും ശരി, എന്നാ ദൂത് പറഞ്ഞാലും ശരി, ഞാൻ ആര് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദൂത് പറഞ്ഞതൊക്കെ കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അന്നല്ല എല്ലാവരും ജീവിതത്തിൽ ഞാനൊരു കവടവേഷമാണ് ഞാൻ കണ്ടത്. എനിക്ക് ആരെ ഉൾക്കൊള്ളാനോ എനിക്ക് വിശ്വസിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു നിലവാരം എന്ന് പറഞ്ഞാൽ അന്നത്തെ നിലവാരം അതുപോലെയായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ജീവിതമോ മരണമോ ദൈവം തരട്ടെ, ദൈവം തന്നെ എന്നോട് സംസാരിക്കട്ടെ. ഒരു പാസ്റ്റർമാര് ആര് ദൂത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല, കേൾക്കാൻ മട്ടം ഞാൻ അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ദൈവം തന്നെ എന്നോട് സംസാരിക്കട്ടെ, ദൈവം ഒന്നുണ്ട്, അത് സത്യം തന്നെ, ദൈവം ഉണ്ട്, അപ്പൊ ദൈവം തന്നെ നമ്മളോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്നു പറയാനുള്ളത്, ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ഒന്നേ ദൈവത്തിന് അതുപോലെ വേണ്ടിയവരോട് ദൈവം സംസാരിക്കും, അല്ലാത്തെങ്കിൽ അതുപോലെ ദുഷ്ടന്മാരോട് ദൈവം സംസാരിക്കും. ഈ 2 തരത്തിലെ ആൾക്കാരോട് ദൈവശബ്ദം കേൾക്കുവാൻ സാധിക്കത്തുള്ളൂ. ദൈവശബ്ദം എന്റെ ചെവികളിൽ കേൾക്കുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അതെങ്ങനെയാന്ന് വെച്ചാ, ഒരു ദിവസം ഞാൻ വളരെ രോഗാവസ്ഥയാണ്, ഒരാളുടെ സഹായം വേണം എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാനും, എനിക്ക് ആഹാരം വാരിത്തരുന്നതല്ല എൻ്റെ അമ്മയും സഹോദരിയുമാണ്. അങ്ങനെ ഇരിക്കുന്ന ആ സന്ദർഭത്തില് ഞാനൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം എങ്ങനെയെന്ന് വെച്ചാൽ ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം. ആകാശത്ത് നിന്ന് ഇടിമുഴങ്ങിയ എങ്ങനെ ഇരിക്കും അതുപോലെ ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം. അത് സ്ത്രീകളുടെ സ്വരമല്ല, അത് ഒരു പുരുഷന്റെ ശബ്ദമാണ്. എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ആ ശബ്ദം എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ കിടക്കുന്ന കട്ടില് മുതൽ വീട് മുതൽ ആ ഭൂമി മൊത്തം കുലുങ്ങുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ആ ശബ്ദം എന്നോട് ചോദിക്കുകയാണ്, ഞാൻ നിന്റെ ആയുസ് നാളിനെ തിരികെ തരാം, നീ എനിക്ക് വേണ്ടി ജീവിക്കുമോ എന്നുള്ള ഒരു ഭയങ്കരമായി ഒരു ഇടിമുഴക്കം പോലെയുള്ള ഒരു ശബ്ദം ആകാശത്ത് നിന്ന് മുഴങ്ങുന്നത് ഞാൻ എൻ്റെ ചെവികളിൽ കേട്ടു. പലതവണ എന്നോട് ചോദിച്ചു, ഞാൻ നിന്റെ ആയുസ് നാളിനെ മടക്കി തരാം, നീ എനിക്ക് വേണ്ടി ജീവിക്കുമോ, നീ എനിക്ക് വേണ്ടി ജീവിക്കുമോ എന്ന് പലതവണ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാനും മറുപടി പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ദൈവമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് എന്താ പറഞ്ഞു, ദൈവമേ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാം, ദൈവമേ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി
ജീവിക്കാം ദൈവമേ എന്ന് ഞാൻ പലതവണ പറഞ്ഞു. പക്ഷെ എൻ്റെ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ തന്നെ പറഞ്ഞെന്ന് അറിയത്തില്ല, പലതവണ പറഞ്ഞതും ആ സംസാരിക്കുന്ന ആ ഇടിമുഴക്കം പോലെ ആ ശബ്ദം എന്നോട് സംസാരിക്കുന്ന സമയത്ത് കുന്നുകളും പാറകളും വെടിച്ച് ചിതറുന്നത് പോലെ എന്തോ ഒന്ന് ഭൂമിയിൽ സംഭവിക്കുന്ന പോലെ എനിക്ക് എൻ്റെ കണ്ണുകളിൽ ഇങ്ങനെ കാണുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുകയായിരുന്നു. ചില നിമിഷങ്ങൾ കടന്നതും ആ ശബ്ദമെല്ലാം നീങ്ങിപ്പോയി. ഞാൻ എൻ്റെ കിടക്കെന്ന് ഞാൻ തന്നെ എഴുന്നേറ്റിട്ട് അപ്പൊ എനിക്ക് എന്തോ ഭയങ്കര ഒരു മാറ്റം എൻ്റെ ശരീരത്ത്, ഭയങ്കര മാറ്റം ഉണ്ടാവുക. അന്ന് വരെ എൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും ആ ഉപകാരം കൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുകയാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഞാൻ തനിച്ച് എഴുന്നേറ്റു. എൻ്റെ ശരീരത്തിൽ ഭയങ്കര ഒരു മാറ്റം, എനിക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു പ്രത്യാശ എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടെന്നുള്ള ഭയങ്കരമായൊരു വിശ്വാസം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ ഇത് ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. ഞാൻ നല്ലോണം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പിന്നീട് എനിക്ക് സംഭവിച്ചത് എന്നിലും മാറ്റം ഉണ്ടായ ഈ സംഭവത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ആരോ പറഞ്ഞ് നീ മൗനമായിരിക്കുക, കുറെ കാലം കൂടെ മൗനമായിരിക്കുക, നീ ഇപ്പൊ ആരോടും ഈ കാര്യം പറയല്ലേ. ഞാൻ ഇന്ന് പറയുന്നത് പോലെ എനിക്ക് അങ്ങനെ തോന്നുകയായിരുന്നു. അങ്ങനെ ഞാൻ ഈ സംഭവങ്ങളൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, വരും, അത് മാത്രമല്ല. ഈ സംഭവങ്ങളൊക്കെ അന്ന് ആരോടും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഭയങ്കര ഒരു വിശ്വാസം എനിക്കുണ്ടായി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി. അന്നത്തെ പിന്നെ ദൈവവചനം പഠിച്ചിട്ട് സുവിശേഷ വേല ചെയ്യണം, ദൈവവേല ചെയ്യണം എന്ന് ഭയങ്കരമായൊരു വാഞ്ച എൻ്റെ ഉണ്ടായപ്പോഴത്തേക്ക് ഞാൻ പോകുന്ന സ്ഥലത്തിലെ പാസ്റ്ററോട് ചോദിച്ചു, ഇതുപോലെ എനിക്ക് ബൈബിൾ സ്റ്റഡി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എന്നെ ഒന്ന് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞ് ഇതുപോലെ പ്രിൻസിക്ക് അതിനുള്ള വിളിയും തെരഞ്ഞെടുപ്പൊന്നും ഇല്ല, അതുകൊണ്ട് പോയിട്ടും കാര്യമില്ല എന്ന് എന്നോട് പറയാൻ ഇടയെത്തിരുന്നു. അപ്പൊ എനിക്കൊരു സന്ദർഭത്തിന് വേണ്ടി ഞാൻ വാഞ്ചിച്ചു, ഒത്തിരി ആഗ്രഹിച്ചു. പക്ഷെ എനിക്കൊരു ഒരു സന്ദർഭം എനിക്ക് ഒരുക്കി തരുവാനായി എനിക്ക് ആരും തന്നെ ഇല്ലത്. അപ്പൊ ഞാൻ തന്നെ പാട്ടുകൾ പാടാനും ഒക്കെ എനിക്ക് തന്നെ സ്വയമായിട്ട് എനിക്ക് ഭയങ്കര വാഞ്ച എൻ്റെ മനസ്സിലുണ്ടായപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ എനിക്ക് വാങ്ങി വെച്ചിരുന്ന ഗുളികളും എല്ലാം എടുത്ത്, ബോക്സ് കണക്കില്ല ഗുളികൾ എല്ലാം പറമ്പിലോട്ട് എടുത്ത് ദൂരെ എറിഞ്ഞിട്ട് 21 എന്നല്ല 40 എന്നല്ല വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് അധികമായി പറ്റിച്ചേരുവാനായി ഞാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കൊരു ആഗ്രഹമുണ്ട്, ദൈവമേ എന്നെ ഒന്ന് വളർത്തിക്കൊണ്ടുപോകാൻ ആരില്ല. എനിക്ക് ഒരുപാട് വാഞ്ചകളുണ്ട് ദൈവവേല ചെയ്യുവാനായി. എന്നെ ഒന്ന് വളർത്തിക്കൊണ്ടുപോകാൻ ആരുമില്ലല്ലോ എന്നോർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മനസ്സിൽ എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ട്, നിന്നെ ആരും വളർത്തേണ്ട, നിന്നെ ആരും കൈപിടിച്ച് ഉയർത്തേണ്ട ആവശ്യമില്ല. ഞാൻ നിന്നെ കയറങ്ങളിൽ പിടിച്ച് ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കും. നിന്നെ ഏത് സ്ഥാനത്ത് എത്തിക്കണോ ആ സ്ഥാനത്ത് ഞാൻ നിന്നെ എത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചത് ഞാൻ എല്ലാ വിഷയത്തിലും പാടുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ദൈവവചനം എടുക്കുന്നതിനാണ് എല്ലാത്തിനും ഞാൻ ഭയങ്കര ആഗ്രഹത്തോടെ തന്നെ ഞാൻ ചെയ്തിരുന്നു. അങ്ങനെ എൻ്റെ ദൈവം എനിക്ക് ഒരുപാട് വരദാനങ്ങൾ ദൈവം എനിക്ക് തന്നിരുന്നു. ഇന്ന് പറയുന്ന കാര്യം നാളെ തന്നെ സംഭവിക്കണം. അതുപോലെ എൻ്റെ വീട്ടില് നാളെ ഒരാൾ എൻ്റെ വീട്ടിൽ വരുവാൻ പോയി അതിൻ്റെ തലേദിവസം തന്നെ എന്നെ വെളിപ്പെടുത്തും ദൈവം, നിന്റെ വീട്ടിൽ വരാൻ പോവാന്ന് പറഞ്ഞു. അതുപോലെ ഒരുപാട് കൃപകൾ വരദാനങ്ങൾ ദൈവം എനിക്ക് തന്നു. ദൈവം എനിക്ക് തന്ന വരദാനത്തിൽ ആദ്യമായിട്ട് ഞാൻ ഉപയോഗപ്പെടുത്തിയത് ഞാൻ പോകുന്ന ചർച്ചിൽ ഒരുപാട് ഭൂതബാധിതയുള്ള ഒരു പെൺകുഞ്ഞ് 14 വയസ്സുള്ള ആ പെൺകുഞ്ഞിനെ രക്ഷപ്പെടുത്തുവാനായി ദൈവം ഉപയോഗിച്ച് അവൾ ഇന്ന് വിവാഹിതയായി 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അവള്. അതുപോലെ കണ്ണ് കാണാത്തവര്, അതുപോലെ നടപ്പിശേഷി നഷ്ടപ്പെട്ടവര്, മരണക്കിടക്കയിൽ കിടക്കുന്നവര്, അതുപോലെ രോഗികള്, അങ്ങനെയുള്ളവര്, ഒരുപാട് കുടുംബം തകർന്നവരെ ഇങ്ങനെയുള്ളവർ വിടിവിക്കേണ്ടതിന് ദൈവമായ കർത്താവ് എന്നെ ഉപയോഗിച്ച് ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ദൈവം അങ്ങയുടെ കരങ്ങളെടുത്ത് എന്നെ ഉപയോഗിച്ചല്ലോ. ഒരിക്കൽ കണ്ണിന്നിൽ അവസാനിച്ചുകൊണ്ടിരുന്ന എൻ്റെ ജീവിതം അനേകർക്ക് നിന്നയും പരിഹാസമായി വേദനയായി മാറി എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വന്ന് ദൈവം അനേകർക്ക് ഒരു വിടുതല. ഞാൻ ഒന്നും മാത്രം ആഗ്രഹിച്ചു, പണമോ സ്വത്തോ ഒന്നും ഞാൻ ആഗ്രഹിച്ചില്ല. ലോകത്തിലെ ഒന്നും എല്ലാം മായയാ. ഈ ലോകത്തിലുള്ളതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് നിത്യതയ്ക്ക് മാത്രം വേണ്ടി എനിക്ക് സമ്പാദിച്ചാൽ മതി. ദൈവത്തിന് വേണ്ടി
വേണ്ടി ഈ ലോകത്ത് അനേകർ കഷ്ടതയിലും വേദനയിലും മഹാവ്യാധിയിലും കഴിയുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവരെ രക്ഷിക്കേണ്ടതിന് ഒരു ദിവസം ഞാൻ വേദനപ്പെട്ട പോലെ ഒരുപാട് പേര് വേദനപ്പെടുന്നവർ ഈ ലോകത്തുണ്ട്. അവരെ രക്ഷിക്കേണ്ടതിന് ദൈവം എന്നെ ഒന്ന് ഉപയോഗിച്ചാൽ മതി എന്ന് മാത്രമായിരുന്നു എൻ്റെ ശേഷം ഞാൻ ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കാനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ദൈവം എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ പല വേദികളിലും നിന്ന് ദൈവവചനം പ്രസംഗിക്കുവാനുള്ള സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നു. ഒരു സൺഡേ ക്ലാസ് പഠിക്കാത്ത ഞാൻ, ഒരു ബൈബിൾ സ്റ്റഡി പഠിക്കാത്ത ഞാൻ, ബൈബിൾ അധികമായി വായിച്ചിട്ടില്ലാത്ത ഞാൻ, യാതൊരു കഴിവും ഇല്ലാതെ ഇരുന്ന് എന്നെ മഹാരോഗിയായി കിടന്ന എന്നെ ദൈവം അനേക വേദികൾ ഒരുക്കി അനേകർക്ക് വിടുതലായി ദൈവം എന്നെ ഉപയോഗിച്ചു. ഇനിയുള്ള ജീവിതനാള് ഞാൻ അതന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിലുള്ളതിനെ കണ്ട് ഞാൻ മുന്നോട്ട് പോകാനല്ല ആഗ്രഹിക്കുന്നത്. ദൈവം എനിക്ക് എല്ലാ നന്മകളും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അതിനെ കഴിഞ്ഞ് ഉപരിയായി ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് നശിച്ചു പോകുന്ന അനേക ആയിരങ്ങൾ ജനങ്ങളുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനേകർ എന്നെ പോലെ കണ്ണുനീരിലും വേദനയിലും കഴിയുന്ന അനേകരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സത്യം ദൈവമായ കർത്താവ് യേശു ക്രിസ്തുവിനെ, ഈ ദൈവത്തെ അറിയാത്ത അനേകർക്ക് ഈ ലോകത്ത് ദൈവത്തിനെ വെളിപ്പെടുത്തണം. നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പലരും ആശ്രയിച്ച് പലരും അസ്തമിച്ചു പോയി. പലരും ആത്മഹത്യ ചെയ്ത് നഷ്ടപ്പെട്ടു. ഈ ഭൂമിയിൽ ഇല്ലാതായിപ്പോയി. അനേകർ എന്നോട് സംസാരിക്കുന്ന ഒരു വാക്കുണ്ട്, സിസ്റ്ററെ, ഞാൻ ഇത്ര വർഷമായി ദൈവത്തെ സേവിക്കുന്നത്. ദൈവ യഥാർത്ഥത്തിലുണ്ടോ? എന്നെ ഇതുവരെ വിടുവിച്ചില്ലല്ലോ, എന്റെ ഈ കഷ്ടത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിച്ചില്ലോ എന്ന് കരഞ്ഞു പറയുന്ന എത്രയോ കരച്ചിലിന്റെ ശബ്ദം ഈ ചെവികളിൽ എന്ന് കേട്ടിട്ടുണ്ട്. അവരോടെല്ലാം എനിക്ക് പറയാനുള്ള ഒരേ ഒരു വാക്കുണ്ട്, കർത്താവ് യേശു ക്രിസ്തുവിനെ മാത്രമേ നമ്മളെ രക്ഷിക്കുവാൻ സാധിക്കും. ഈ ലോകത്തിലെ എല്ലാവരും നമ്മളെ കൈവിടും. നന്നായിരുന്ന നമ്മളെ പറ്റിച്ചേരുവാൻ ആളുണ്ട്. നമ്മൾ നശിച്ചു പോയാ നമ്മളെ തിരിഞ്ഞു പോലും നോക്കുവാൻ ആളില്ലാത്ത ഒരു കാലഘട്ടമാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. അതാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ, ദൈവം നമ്മളെ വിടുവിക്കുകയാണെങ്കിൽ അത് വന്ന് ആ വിടുതൽ എന്ന് പറഞ്ഞാൽ വലുത് തന്നെ ആയിരിക്കും. അതായത് നമുക്കൊരു കഷ്ടതകൾ വേദനകൾ വരുമ്പോൾ വിചാരിച്ചോണം, ദൈവത്തിന് ഏതോ ഒരു പദ്ധതി ഉണ്ട് നമ്മളെ കുറിച്ച്. ആ ഒരു പദ്ധതി ഉള്ള കൊണ്ടാണ് കൂടെ പ്രശ്നങ്ങളും കൂടെ കഷ്ടതകളും കൂടെ വേദനകളും കൂടെ രോഗങ്ങളും വരുന്നത്. അതിനൊക്കെ പിന്നീട് ദൈവം നമ്മളെ പണിതെടുത്ത് ദൈവത്തിന്റെ പദ്ധതിക്ക് ഒത്തവണ നമ്മളെ പണിതെടുത്ത് നല്ലൊരു വ്യക്തിയാക്കി അനേക ആയിരങ്ങൾക്ക് പ്രയോജനം വരുന്ന ഒരു വ്യക്തിയായി ദൈവം മാറ്റുവാനാണ് ജീവിതത്തിൽ ചില കഷ്ടതകളും ചില ശൂലങ്ങള് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നത്. അതുപോലെ എന്റെ ജീവിതത്തിൽ ചില ശൂലങ്ങൾ തന്നു, ചില കഷ്ടതകൾ. അത് വന്ന് എന്റെ ഈ സമയം എന്ന് പറയുന്നത് അല്പസമയം കൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യം പറഞ്ഞു തീർത്തു. പക്ഷെ ഞാൻ അനുഭവിച്ചത് 20 വർഷത്തെ 20 വർഷത്തെ കഷ്ടതയാണ് ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അപ്പോ എല്ലാവരോടും എനിക്ക് പറയണം, ദൈവമുണ്ട്, സത്യം ദൈവമുണ്ട്. പക്ഷെ നിങ്ങൾ ആരും മനുഷ്യനെ ആശ്രയിക്കരുത്. നിങ്ങള് മനുഷ്യരോട് ആലോചന ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരോട് ആലോചന ചോദിക്കണം? ദൈവത്തോട് ആലോചന ചോദിക്കണം. മുഴങ്കാലിലിരുന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുക. ദൈവം നിശ്ചയമായിട്ട് അത് മനുഷ്യരിൽ കൂടി നല്ലൊരു മറുപടിയായിട്ട് തന്നെ ദൈവം നമുക്ക് തരുവാനായി ഇടയായി തീർന്നു. ആമേൻ. യേശുവേ നിൻ ഇൻപസ്വരം കേൾപ്പാനൻ കാതു നീ തുറക്കൂ. ജീവിത നാളുകളെല്ലാം നിന്റെ അൻപിൻ സ്വരം കേൾപ്പാ. ജീവിത നാളുകളെല്ലാം നിന്റെ അൻപിൻ സ്വരം കേൾപ്പാ. യേശുവേ നിൻ ഇൻപസ്വരം. ഞാൻ എൻ്റെ ജീവിതനാൾ മുഴുവനും ദൈവത്തിന്റെ ഇൻപസ്വരം, ആ ശബ്ദം എൻ്റെ കാതുകളിൽ കേൾക്കുവാനായി ഞാൻ ഇന്നും കാത്തിരിക്കുന്നു. ഇപ്പോഴും എനിക്കൊരു ആഗ്രഹമുണ്ട്, ആ എൻ്റെ ദൈവത്തിന്റെ ശബ്ദം വീണ്ടും ആ ശബ്ദം എൻ്റെ കാതുകളിൽ ഒന്ന് കേട്ടാൽ നന്നായിരുന്നു. ഇന്ന് എന്നോട് സംസാരിക്കുന്നില്ല, എൻ്റെ മനസ്സിലാണ് സംസാരിക്കുന്നത്. എന്തായാലും എനിക്കൊരു മറുപടി വേണമെങ്കിൽ ആള് നിന്ന് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കാറുണ്ട്. ആ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മനുഷ്യരോട് ഒരു ആലോചന ചോദിക്കാത്തൊരു വ്യക്തിയാണ്
ആള് നിന്ന് എന്നോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എന്നോട് സംസാരിക്കുന്നത്. പക്ഷെ എന്നാലും അന്ന് ഞാൻ എൻ്റെ ചെവികളിൽ കേട്ട ആ ശബ്ദം കേൾക്കുവാനായി ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നുണ്ട്. എന്നെപ്പോലെ ദൈവശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. നിശ്ചയമായിട്ട് ദൈവശബ്ദം നിങ്ങൾക്കും കേൾക്കാൻ സാധിക്കും.